നമ്മൾ ബിഹൈൻഡ് ദ ക്യാമറയിൽ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പം ആര്യൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഗിരീഷിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഗിരീഷ് വന്ന വഴികൾ അതിൽ കൂടെ തന്നെ നമുക്ക് ആദ്യം പോലെ ആ ഒരു ചോദ്യത്തിലേക്ക് തന്നെ പോകാം. തൃശ്ശൂരാണ് സ്ഥലം അല്ലേ? ഞാൻ എൻ്റെ ശരിക്കും സ്ഥലം തൃശ്ശൂരാണ്. തൃശ്ശൂർ കൊമ്പൊടിഞ്ഞാമാക്കലിനാണ് ശരിക്കും നമ്മുടെ കൊമ്പൊടിഞ്ഞാമാക്കൽ അങ്ങനെ ചുരുക്കി കൊമ്പിടി എന്ന് പറയും. മറ്റേ സിനിമയിലൊക്കെ കുമ്പിടി എന്ന് പറയുന്നത് കുമ്പിടി അല്ല കൊമ്പിടിയാണ് ഇത് കൊമ്പിടി. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ നിന്നാണ് നമ്മുടെ വരവ്. എൻ്റെ ഫസ്റ്റ് സീരിയലല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരു സീരിയൽ ഞാൻ മഴവില്ലിൽ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആര്യ എന്ന കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ സീരിയലാണ്. പക്ഷേ ഏറ്റവും നല്ലൊരു ക്യാരക്ടർ കിട്ടിയൊരു ഏഷ്യാനെറ്റ് പോലുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനൊരു സംഭവം ഫസ്റ്റ് ഏഷ്യാനെറ്റിൽ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നായകനായിട്ട് കിട്ടുമ്പോൾ അതെ നല്ലൊരു ക്യാരക്ടർ തന്നെ ആയിട്ട് ആര്യ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇപ്പം എന്താ പറയുക, ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. കാരണം ആ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടാവുന്ന ഒരാൾ തന്നെയാണ്. വീട്ടിലുള്ള അച്ഛനമ്മേനെ നന്നായിട്ട് സ്നേഹിക്കുന്ന, അവർക്ക് വേണ്ടി ചാവാനായിട്ട് കാണിക്കുന്ന, അവർക്ക് വേണ്ടി എന്ത് ചെയ്യും എന്നുള്ളൊരു സംഭവം. നെഗറ്റീവ് ഷെയ്ഡല്ല, പുള്ളി ഇത്തിരി ദേഷ്യക്കാരനാണ്. ആര്യൻ ഇത്തിരി ദേഷ്യക്കാരനാണ്, പക്ഷെ എല്ലാവരും സ്നേഹമുള്ളൊരു ക്യാരക്ടറാണ്. അതാണ് എൻ്റെ ഒരു കഥ പോകുന്നത്. അപ്പം ഗിരീഷിൻ്റെ ജീവിതത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ബിഹൈൻഡ് ദ ക്യാമറ സംസാരിച്ചു. ഞാൻ ജോലി എന്തുവാണെന്ന് വെച്ചപ്പോൾ ഗിരീഷ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ഓൺ ക്യാമറ പറയുന്നത് കുഴപ്പമില്ലല്ലോ. കുറെ ജോലികൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ല, ഏതൊക്കെ ജോലികളാണ് ചെയ്തിട്ടുള്ളത്? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഡിഗ്രി ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു, ക്രൈസ്റ്റ് കോളേജിലായിരുന്നു. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ട് എനിക്ക് ജോലി കിട്ടിയിരുന്നു. അത് നമ്മുടെ ഇൻഫോ പാർക്ക്, എറണാകുളം കാക്കനാട് ഇൻഫോ പാർക്കിലായിരുന്നു ജോലി കിട്ടിയത്. അവിടെ ഞാൻ ഒരു 1.5 വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നു. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഷിഫ്റ്റ് വർക്കാണ്. ഇപ്പം നൈറ്റ് ഉണ്ടാവും, നമുക്ക് ഡേ ഉണ്ടാവും. ഈ നൈറ്റ് ഷിഫ്റ്റ് വർക്കും എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് സംഭവമായിരുന്നു. ഈ വർക്ക് വിളിച്ച് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പരിപാടിയാണ്. ഉറക്കം എന്തായാലും വേണം. അപ്പോൾ അങ്ങനെ അതും പിന്നെ നമ്മുടെ മനസ്സിലൊരു സംഭവമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഈ ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ചെറുപ്പം തൊട്ട് നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ ഉള്ള എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഒരു സംഭവം. അത് നമുക്ക് പണ്ട് തൊട്ടേ നമ്മുടെ മനസ്സിലുള്ള സംഭവം. അപ്പോൾ നമ്മൾ അവിടെ വർക്ക് ചെയ്യണ ആ ടൈമിലായാലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. അപ്പം എനിക്ക് ആ ഡിഗ്രി കഴിഞ്ഞ ആ സമയത്ത് ജോലി കിട്ടി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഇവിടെ അടിച്ചു പൊളിച്ച് നടക്കുന്നു. ഞാനാണെങ്കിൽ അവിടെ പോയിട്ട് ഇപ്പം ആഴ്ചയിലാണ് ഞാൻ വീട്ടിലോട്ട് വരുള്ളൂ, തൃശ്ശൂർക്ക് വരുള്ളൂ. ഞങ്ങളവിടെ സ്റ്റേ ചെയ്യുകയാണ്, അവിടെ കാക്കനാട് തന്നെ സ്റ്റേ ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കുന്നു. ഞാനാണെങ്കിൽ അവിടെ ജോലി എടുത്ത് അതും നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യണം, ഇങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഈ അഭിനയത്തിൻ്റെ ഇതും ഇങ്ങനെ കിടക്കുന്ന കാരണം ഞാൻ പതുക്കെ 1.5-2 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തിട്ട് ഞാൻ റിസൈൻ ചെയ്തു. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞല്ലോ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്തത് ഒരു മെൻസ് വെയറിലാണ്. അതായത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഷുക്കൂറിൻ്റെ അലീൻ്റെ കട എന്നാണ് എൻ്റെ പേര്, ഷുക്കൂറിൻ്റെ അലീൻ്റെ കട. അപ്പോൾ അവിടുത്തെ മുതലാളിമാരുണ്ട് നമ്മുടെ, അതായത് നമ്മൾ ഭയങ്കര കമ്പനിയാണ് അവരൊക്കെ ആയിട്ട്, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ അവരുടെ മുമ്പ് കമ്പനി ഉണ്ട് എനിക്ക്. ഞാൻ മുമ്പ് ഈ +2 പഠിക്കുന്ന സമയത്ത്, ഡിഗ്രി ഫസ്റ്റ് ഇയർ +2 സമയത്തൊക്കെ ഞാൻ ഈ പാർട്ട് ടൈമായിട്ട് ജോലിക്ക് പോയിട്ടുണ്ട് അവിടെ. അതായത് നമ്മുടെ പഠിപ്പ് കഴിഞ്ഞ് വന്നിട്ട് ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കമ്പനി ഉണ്ട് അവരായിട്ട്. അങ്ങനെ അവിടെ കുറച്ച് നാൾ വർക്ക് ചെയ്തു. അങ്ങനെ പിന്നെ നമ്മൾ കാറ്ററിങ് ചെയ്തിട്ടുണ്ട്. കാറ്ററിങ് പിന്നെ എല്ലാവരും നമുക്കറിയാം, നമ്മുടെ പോയിട്ടുണ്ട്. അതെ എനിക്ക് 300 രൂപ കണ്ടല്ലേ കിട്ടുന്നത്. ഞാനന്ന് പോയ സമയത്ത് എനിക്കൊരു 150 രൂപ, 150 രൂപയ്ക്കാണ് അന്ന് പോയിട്ടുള്ളത്. സദ്യയാണോ ബിരിയാണി ആയിരുന്നു? സദ്യ രണ്ട് റേറ്റ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ അങ്ങനെ ഈ കൊണ്ടുപോകുന്ന ആൾക്കാർ നമ്മുടെ കമ്മീഷൻ പിടിക്കും. അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടല്ലോ. ശരിക്കും എത്ര 200 രൂപ 250 രൂപയൊക്കെ ഉണ്ടാവും, അവര് പിടിക്കും. അങ്ങനെ ഇത് തരുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ജോലികൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ജോലികൾ ചെയ്തിട്ടുണ്ട്. അല്ല, ജോലി എപ്പോഴും നമുക്ക് ആവശ്യമുള്ള കാര്യം ജീവിക്കണമെങ്കിൽ ജോലി വേണം. ഏത് ജോലി ചെയ്യുകയാണെങ്കിലും അതിനൊരു എന്താ പറയാ, അതിനൊരു റെസ്പെക്ട് ഉണ്ട്, അതിന്റെ ഒരു ഇതുണ്ടെന്ന് വിചാരിക്കുന്നതന്നെ. ലൊക്കേഷനിൽ പോയപ്പോൾ ഗിരീഷിനെ കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ്. അല്ല, പറയട്ടെ, മോശം അഭിപ്രായമാണ് പറഞ്ഞത്. കാര്യം ഗിരീഷ് ഭയങ്കര കഥാപാത്രമാണ് ഇതിനകത്ത് ചെയ്യുന്നത്, ഭയങ്കര ആക്ടിങ് ആണ്. മോശമല്ല പറഞ്ഞേട്ടോ, ഞാൻ പറഞ്ഞേട്ടോ. പക്ഷേ ഗിരീഷിനെ കുറിച്ച് വാദരാതെ സംസാരിച്ചോളൂ. ദീപൻ ചേട്ടനൊക്കെ പറഞ്ഞു അല്ല ചെയ്യുന്ന കഥാപാത്രം. അതുപോലെ ബിപിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞപ്പോൾ
ഇവരോട്ടൊക്കെ എങ്ങനെ ഒരു കാര്യം ദീപൻ ചേട്ടൻ 10-13 വർഷമായി അതെ അതെ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് അത് ന്യൂ കമർ വേണമെങ്കിൽ പറയാം. അതെ അതെ. എൻ്റെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ രണ്ടാമത്തെ സീരിയലാണ് ഇത് വരുന്നത്. പിന്നെ ഇങ്ങനൊരു വലിയ കഥാപാത്രം ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഇത്രയും എന്താ പറയുക മുഴുനീള ഒരു കഥാപാത്രം എന്ന് പറയാൻ എല്ലാ ഒരുവിധം സീനിലൊക്കെ നായകൻ തന്നെ പറയാം, നായകനാണല്ലോ. അതായത് 2 നായകന്മാരല്ലോ, ഇത് ബിബിനും ഒന്ന് ഗിരീഷല്ലേ, ശരിക്കും പറഞ്ഞ ഒരു നമ്മുടെ ഒരു എന്താ പറയാ ഒരു വീട്ടിലെ കഥയാണ്. മെയിൻ ക്യാരക്ടർ നമ്മുടെ അച്ഛനാണ് ശരിക്കും അറിയാം. അപ്പം പിന്നെ നമുക്ക് എല്ലാവർക്കും ഓരോ ട്രാക്ക് ഉണ്ട്. കേക്ക് അതെ. അപ്പോൾ എല്ലാവർക്കും ഓരോ ട്രാക്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ ട്രാക്ക് ആര്യൻ എന്ന് പറഞ്ഞിട്ട് ട്രാക്ക്, അതായത് ഞാനും എൻ്റെ പേരായിട്ട് മിത്ര എന്ന് പറയുന്ന അങ്ങനെ ഒരു ട്രാക്ക്. അപ്പം ഇപ്പോൾ നമ്മുടെ ട്രാക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരുമ്പോൾ ഇപ്പോൾ കേക്ക് ആയാലും അമ്മയായിട്ട് അഭിനയിക്കുന്ന ലാവണ്യ ചേച്ചി, അതുപോലെ തന്നെ ദീപൻ ചേട്ടൻ, പിന്നെ മാമനായിട്ട് അരുൺ ചേട്ടൻ, അപ്പോൾ ബിബി, ഐശ്വര്യ, മിത്ര, അങ്ങനെ ബാക്കി നമ്മുടെ അപ്പുറത്തെ ഓപ്പോസിറ്റ് വീട്ടിലുള്ള എല്ലാവരും ഇവരൊക്കെ നമ്മളെക്കാൾ ഒരുപാട് സീനിയറാണ്, നമ്മളെക്കാൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എനിക്ക് വന്നപ്പോൾ ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ എങ്ങനെയാണ് നമ്മളെ എങ്ങനെയാ അറിയില്ല, എങ്ങനെ എടുക്കുക എന്നൊന്നും അറിയില്ല. പിന്നീട് നമ്മൾ അവരായിട്ട് നമ്മൾ വിചാരിച്ച ആൾക്കാരെ അല്ല ഇവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര കമ്പനിയാണ്, നമ്മുടെ അടുത്ത് ഭയങ്കര സപ്പോർട്ടിങ് ആണ്. നമുക്ക് എന്ത് തെറ്റ് വന്നാലും അവരുടെ ടൈം കളഞ്ഞിട്ടായാലും അവർ നമ്മളത് കറക്റ്റ് ചെയ്യും. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ട് അവരെ വർക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു ഫാമിലി പോലെ തന്നെയാണ് എല്ലാവരായിട്ടും കഴിയുന്നത്. ഭയങ്കര ഫാമിലി. 120 എപ്പിസോഡായില്ല അപ്പം. അതെ, 120 എപ്പിസോഡ് കഴിഞ്ഞു. അതിനകത്ത് ഞാൻ എപ്പിസോഡ് ഞാൻ കണ്ടു. ഞാൻ എപ്പോഴും കാണത്തില്ല, കാര്യം സമയമില്ലാത്തതുകൊണ്ട്. പക്ഷേ റിപ്പീറ്റേഷൻ നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ വരുമ്പോൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിനകത്തൊരു എപ്പിസോഡിൽ ടൂർ പോകുന്നൊരു കാര്യം, ഹണിമൂണിന് പോകുന്ന സമയത്ത് പോകാനായിട്ട് ചേട്ടൻ്റെ ഹണിമൂൺ. അതെ. അപ്പോൾ അതിനകത്ത് പോകാൻ സമയത്ത് പോകണ്ടെന്ന് പറയുന്നത്, എന്തിനു പോകണമെന്ന് പറയുന്നതും അതെന്താണ് സീക്വൻസ്? കാര്യം അതായത് കെ മേനോൻ ചേട്ടൻ എന്ത് കഥാപാത്രമാണ്? അപ്പം ഒരു വില്ലനായിട്ടുള്ള അച്ഛനാണോ അതോ സോഫ്റ്റ് ആയിട്ടുള്ള അച്ഛനാണോ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാലൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ നിങ്ങൾക്ക് അറിയാം, കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. ബാലൻ ഇത്തിരി ടഫാണ്. ആളിത്തിരി ഒരു കണ്ടുകഴിഞ്ഞാൽ ഒരു മുരടൻ ഒരു ടൈപ്പ്. നമ്മുടെ വീട്ടിലെ ചില അച്ഛന്മാരെ കണ്ടിട്ടില്ലേ, ഈ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പക്ഷെ ആൾക്ക് നമ്മളെല്ലാവരോടും സ്നേഹമുണ്ട്, മക്കളോടായാലും എല്ലാവരോടും സ്നേഹമുണ്ട്. പക്ഷെ എന്നാലും അത് ആൾ അങ്ങനെ പുറത്ത് കാണിക്കില്ല. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അച്ഛൻ കല്യാണം കഴിച്ചത് അമ്മേനെ ചാടിച്ചു കൊണ്ടുവന്നതാണ്. ഈ വിവാഹത്തിൻ്റെ തലേദിവസം അമ്മേനെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചാടിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ട്. അങ്ങനെ കല്യാണത്തിൻ്റെ തലേദിവസം ഇങ്ങനെ സഹോദരന്മാരുണ്ട്. അതെ അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് ഇത്ര വയസ്സായി, ഇത്രയും പ്രായമായിട്ട് ഉള്ള മക്കളുണ്ടെങ്കിൽ പോലും ഇത്രയും കൊല്ലമായിട്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, പ്രശ്നങ്ങൾ അങ്ങനെ കല്യാണത്തിൻ്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചേട്ടനായിട്ടുണ്ട് ബിബി ആകാശ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നത്. പുള്ളി ഇതുപോലെ ഒരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ട് വരികയാണ്. അപ്പോൾ അച്ഛൻ്റെ മനസ്സിൽ ഞങ്ങളാരും ഇങ്ങനെ ഈ കല്യാണം ഒരിക്കലും സ്നേഹിച്ച് കല്യാണം കഴിക്കരുത്, അച്ഛനായിട്ട് കണ്ടുപിടിച്ച് അല്ലെങ്കിൽ വീട്ടുകാരായിട്ട് കണ്ടുപിടിച്ച് തരുന്ന ഒരാളെയാണ് കല്യാണം കഴിക്കുള്ളൂ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് പുള്ളി ഞങ്ങളൊക്കെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുന്നത്.